ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ തിളച്ചു മറിയുകയാണ്. കേരളം കാത്തിരുന്ന ആ പ്രഖ്യാപനത്തിലേക്ക് ഇനി വെറും 48 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. അനിശ്ചിതത്വത്തിന്റെ മഞ്ഞുരുകുന്നു എന്ന് തോന്നിപ്പിച്ച നിമിഷത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആ നിർണായക ഇടപെടൽ ഉണ്ടാകുന്നത്. വെറുമൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുക എന്നതിലുപരി കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വടകരയുടെ കരുത്തനായ പോരാളി ഷാഫി പറമ്പിലിനെ അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വി.ഡി. സതീശനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പട നയിച്ച ഷാഫി ഈ പൂരപ്പറമ്പിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ്. അതുകൊണ്ട് തന്നെ ഷാഫിയുടെ ഓരോ വാക്കിലും ഹൈക്കമാൻഡ് ഇപ്പോൾ ഉറ്റുനോക്കുന്നുണ്ട്. 6 ദിവസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചില്ലല്ലോ എന്ന് പരിഹസിക്കുന്നവർ ഒന്നോർക്കുക, ഇതൊരു വലിയ ജനാധിപത്യ പ്രക്രിയയാണ്. 10 വർഷങ്ങൾക്ക് മുൻപല്ല, AAPയുടെ 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഡൽഹി ഭരണം BJPക്ക് തിരിച്ചു കിട്ടിയപ്പോൾ നരേന്ദ്രമോദി ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ എടുത്തത് 50 ദിവസങ്ങളാണ്. ആ സ്ഥാനത്ത് 102 സീറ്റുകളുടെ വമ്പിച്ച ഭൂരിപക്ഷവുമായി അധികാരത്തിലെത്തിയ UDF 6 ദിവസം ആലോചനയ്ക്കായി എടുക്കുന്നതിൽ ഒരു അത്ഭുതവുമില്ല. ഡൽഹിയിൽ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ KC വേണുഗോപാൽ, V.D. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ പങ്കെടുത്ത 2 റൗണ്ട് ചർച്ചകൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. സോണിയാഗാന്ധിയുടെ വസതിയിൽ നടന്ന അതീവ രഹസ്യമായ യോഗത്തിൽ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തതോടെയാണ് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയത്. ഈ നിർണായക ഘട്ടത്തിലാണ് ഷാഫി പറമ്പിലിനൊപ്പം K. മുരളീധരനെയും K. സുധാകരനെയും ഹൈക്കമാൻഡ് വിളിപ്പിച്ചിരിക്കുന്നത്. ഷാഫി ആരെ പിന്തുണയ്ക്കുമെന്നത് ഇതിനോടകം തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. KC വേണുഗോപാലിന്റെ കരുത്തുറ്റ നേതൃത്വത്തെ ഷാഫി പിന്തുണയ്ക്കുന്നു എന്ന വാർത്തകൾ ശരിയാണെങ്കിൽ കേരളത്തിന്റെ ഭരണചക്രം തിരിക്കാൻ പോകുന്നത് ആരാണെന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായി കഴിഞ്ഞു. എന്നാൽ ഷാഫിയെ പോലൊരു യുവ നേതാവിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് വെറുമൊരു അഭിപ്രായം ചോദിക്കാനല്ല, മറിച്ച് കേരളത്തിലെ ഗ്രൗണ്ട് റിയാലിറ്റി കൃത്യമായി അറിയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അത്രമേൽ തൂക്കമുണ്ട് എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നത് കൊണ്ടാണ്. ഇനി വരാനിരിക്കുന്നത് പകൽപൂരത്തേക്കാൾ ഗംഭീരമായ വെടിക്കെട്ടായിരിക്കും. പ്രിയങ്ക ഗാന്ധിയുടെ നീക്കങ്ങൾ എപ്പോഴും കൃത്യമായ ലക്ഷ്യത്തോടെയുള്ളതാണ്. കേരളത്തിലെ അണികൾക്കിടയിലുള്ള വികാരം നേരിട്ട് മനസ്സിലാക്കാൻ ഷാഫിയെ മുൻനിർത്തിയുള്ള ഈ നീക്കം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. വിമാനത്താവളത്തിൽ നിന്ന് നേരെ AICC ആസ്ഥാനത്തേക്ക് ഷാഫി എത്തുമ്പോൾ കേരളം ഒന്നടങ്കം TV സ്ക്രീനുകളിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. ആരായിരിക്കും ആ കസേരയിൽ ഇരിക്കുക? ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി കേരളം ആവശ്യപ്പെടുന്ന ആ കരുത്തനായ നേതാവ് ആരായിരിക്കും? ഷാഫി പറമ്പിലിന്റെ നിലപാട് KC വേണുഗോപാലിന് അനുകൂലമായാൽ അത് കേരളത്തിലെ അധികാര സമവാക്യങ്ങളെ അടിമുടി മാറ്റും. എന്നാൽ V.D. സതീശനും രമേശ് ചെന്നിത്തലയും ഉയർത്തുന്ന അവകാശവാദങ്ങളെയും ഹൈക്കമാൻഡിന് തള്ളിക്കളയാനാവില്ല. മുതിർന്ന നേതാക്കളെയും യുവ നേതാക്കളെയും ഒരുപോലെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സോണിയാഗാന്ധി എടുക്കുന്ന ആ അന്തിമ തീരുമാനത്തിനായി ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രം. എന്തായാലും ഡൽഹിയിലെ കാറ്റിൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ ചൂടാണ്. 48 മണിക്കൂറിനുള്ളിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടാകും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ അത് അണികൾക്ക് ആവേശം പകരുന്ന ഒന്നായിരിക്കുമെന്ന് ഉറപ്പാണ്. ഡൽഹിയിൽ നിന്ന് വരാനിരിക്കുന്ന ആ ശുഭവാർത്തയ്ക്കായി നമുക്ക് കാത്തിരിക്കാം.